4.5 വർഷത്തിന് ശേഷം ആദ്യമായി സർക്കാർ പരിപാടിയിൽ ജി സുധാകരന്റെ ചിത്രം. പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ തോട്ടപ്പള്ളി നാലുചുര പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിലാണ് സുധാകരന്റെ ചിത്രമുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സർക്കാർ പരിപാടികളിലേക്കും സുധാകരന് ക്ഷണമുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, ജി സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ ചടങ്ങിലേക്ക് പോസ്റ്ററിലടക്കം ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ഷണമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇനി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പെല്ലാം തന്നെയും ജി സുധാകരനെ പിണക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ഭയവും വിലയിരുത്തലും CPM-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരനെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടിലേക്ക് CPM എത്തുകയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജനറൽ സെക്രട്ടറി MAB ജി സുധാകരന്റെ വീട്ടിൽ നേരിട്ടെത്തി അദ്ദേഹവുമായി സംസാരിക്കുകയും അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ, സർക്കാരിന്റെ പോസ്റ്ററിൽ, അതും 4 വർഷത്തിന് ശേഷം ഒരു സർക്കാർ പോസ്റ്ററിൽ ജി സുധാകരൻ ഇടം പിടിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിൽ, അല്ലെങ്കിൽ ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ ആലപ്പുഴയിലെ നാലുചിറയിൽ അദ്ദേഹം പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എടുത്ത അദ്ദേഹം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നിർമ്മിച്ച ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ജി സുധാകരന് പ്രത്യേക സ്വീകരണവും അല്ലെങ്കിൽ പ്രത്യേകമായ ക്ഷണവും ജി സുധാകരന്റെ പേരും ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ 50 കോടി ചെലവഴിച്ചായിരുന്നു ഈ ഒരു പാലം നിർമ്മിച്ചത്. പക്ഷേ ഇതിൽ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജി സുധാകരൻ ആ സമയത്ത് നിർമ്മിച്ച മറ്റു പല പാലങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം തന്നെയും ഉദ്ഘാടനം ഇതിനു മുൻപ് നടന്നെങ്കിലും അതൊന്നും ജി സുധാകരന്റെ ചിത്രങ്ങൾ പോസ്റ്റ് വരികയോ അദ്ദേഹത്തെ ക്ഷണിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ തവണ അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് ജി സുധാകരനെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. കൂടാതെ തന്നെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് നിരന്തരം സുധാകരൻ പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സുധാകരനെ അനുനയിപ്പിക്കുക എന്നതിന്റെ ശ്രമമായി തന്നെയാണ് ഈ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 27-ാം തീയതിയാണ് ആ പരിപാടിയിലെ ഈ പോസ്റ്റർ. കഴിഞ്ഞ 4 വർഷത്തിലധികമായി സർക്കാർ വേദികളിൽ, പരിപാടികളിൽ ജി സുധാകരനെ കണ്ടിട്ടില്ല, പോസ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഈ അവഗണനയിൽ വലിയ അമർഷം, അതൃപ്തി ജി സുധാകരൻ ഉണ്ടായിരുന്നു. ആ അതൃപ്തി കുറയ്ക്കുക തന്നെയാണ് എന്തായാലും സർക്കാർ CPM ലക്ഷ്യമിടുകയും ചെയ്യുന്നത്.